ഡോക്ടർ അഞ്ജന. പട്ടം SUT ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഗൈനക് ഓൺകോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കിവിടെ എൻഡോമെട്രിയൽ ക്യാൻസർ അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ യൂട്രസിൽ വരുന്ന ഏറ്റവും കൂടുതലായി കാണുന്ന ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ. അതിൻ്റെ മെയിൻ ചികിത്സാ രീതി എന്ന് പറയുന്നത് സർജറിയാണ്. നമുക്ക് സർജറി സമയത്ത് യൂട്രസും 2 അണ്ഡാശയവും പിന്നെ അസുഖം വ്യാപിക്കാൻ സാധ്യതയുള്ള കഴലകളും ചിലതരം എൻഡോമെട്രിയൽ ക്യാൻസറുകളിൽ വയറിൻ്റെ പാടയും മറ്റും നീക്കം ചെയ്യുന്ന ഓപ്പറേഷനാണ് മെയിനായിട്ടും ചെയ്യുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് വയറ് തുറന്ന ശസ്ത്രക്രിയയായിട്ടും ചെയ്യാം. നമുക്ക് മിനിമലി ഇൻവേസീവായിട്ട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിട്ടും ചെയ്യാം. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറിൻ്റെ ചുറ്റും ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ച് അസുഖം വേറെയൊന്നും വ്യാപിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം ബയോപ്സിയൊക്കെ എടുത്ത് പിന്നെ അസുഖം പുറത്തുണ്ടെങ്കിൽ അതും നീക്കം ചെയ്ത് പിന്നെ യൂട്രസും അണ്ഡാശയവും കഴലകളും വേണ്ടി വന്നാൽ പാടയും നീക്കം ചെയ്യുന്ന ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുക. പലർക്കും വരുന്ന ഒരു ഡൗട്ട് നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിട്ട് ഒരു ക്യാൻസർ സർജറി നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം ഉണ്ടാകുമോ എന്നുള്ളതാണ്. വളരെയധികം പഠനങ്ങൾ ഇതിൽ ഡോക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൺകോ സർജൻ സർജറി താക്കോൽ ദ്വാരമായി ചെയ്യുകയാണെങ്കിൽ വയറ് തുറന്ന് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ കഴിയുമെന്നും നമുക്ക് നമുക്ക് രോഗിക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല എന്നുമാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. പക്ഷേ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുക. അതായത് യൂട്രസിൽ ക്ഷതമൊന്നും ഏൽക്കാതെ ട്യൂമറൊന്നും പുറത്ത് വരാതെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. മാത്രമല്ല യൂട്രസിനൊപ്പം എപ്പോഴും സെർവിക്സും കൂടെ നീക്കം ചെയ്യാൻ ശ്രമിക്കും. ക്യാൻസറിനല്ലാത്ത സർജറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലീഡിങ്ങോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചിലപ്പോൾ സബ് ടോട്ടൽ ഹിസ്റ്ററക്ടമി, അതായത് സെർവിക്സ് അവിടെ എടുക്കാതെ ചെയ്യുന്ന രീതിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എൻഡോമെട്രിയൽ ക്യാൻസറിന് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുകയാണ് പതിവ്. പിന്നെ നമുക്ക് കഴലകൾ നീക്കം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. നമ്മുടെ അസുഖം സ്പ്രെഡ് ആകാൻ സാധ്യതയുള്ള കഴലകളാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്. നമുക്കിപ്പം പുതിയൊരു രീതി എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡൈ നമ്മുടെ സെർവിക്സിൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ അസുഖം സ്പ്രെഡ് ആകാൻ സാധ്യതയുള്ള പ്രാരംഭ കഴലകൾ നീക്കം ചെയ്ത് അത് വളരെയധികം എക്സ്റ്റെൻസീവായിട്ടുള്ള ടെസ്റ്റിന് വിധേയമാക്കുന്ന ഒരു പുതിയ രീതിയും ഇന്നത്തെ വന്നിട്ടുണ്ട്. അതിന് പറയുന്നതാണ് സെന്റിനൽ നോഡ് ബയോപ്സി. അപ്പം എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ടൊരു സർജറി ചെയ്താൽ ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ മറ്റു ചികിത്സയില്ലാതെ തന്നെ രോഗികൾക്ക് പൂർണ്ണമായും രോഗശാന്തി ലഭിക്കുമെന്നുള്ളതാണ്. വളരെയധികം നല്ല സർവൈവലുള്ള ഒരു ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ. ലേറ്റ് സ്റ്റേജ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയാൽ ചിലപ്പോൾ രോഗിക്ക് ചെറിയൊരു റേഡിയേഷനോ സ്റ്റേജ് 3യും സ്റ്റേജ് 4 ആണെന്നുണ്ടെങ്കിൽ സർജറിക്ക് ശേഷം സ്റ്റേജ് 4 സ്റ്റേജ് 3 ആയെന്നുണ്ടെങ്കിൽ സർജറിക്ക് ശേഷം കീമോയോ റേഡിയേഷനോ ഒക്കെ വേണ്ടി വരാം. സ്റ്റേജ് 4 ആകുമ്പോൾ സാധാരണ നമ്മൾ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ കൊടുത്ത് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സർജറിക്ക് ശ്രമിക്കുകയാണ് നമ്മൾ സാധാരണമായിട്ടും ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ സർജറിയിലൂടെ പൂർണ്ണമായും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസർ ആണെന്നും നമുക്കതിൻ്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ സമയത്തിന് ചികിത്സ നേടണം എന്നുള്ളതുമാണ്. നന്ദി, നമസ്കാരം.